എന്താണ് അഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ ഫാമിലിയിലുള്ള എല്ലാവരും പറയും വളരെ വളരെ ചെറുതും വളരെ വളരെ പവർഫുള്ളും വളരെ വളരെ പോസിറ്റീവും ആയ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ചെറിയ വാചകമാണ് അഫർമേഷൻ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള ഉത്തരമറിയാം. അതായത് നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമ്മളുടെ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിനെ റീപ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് പ്രപഞ്ചത്തോട് ആശയവിനിമയം നടത്താനുമാണ് നമ്മൾ അഫർമേഷൻ ഉപയോഗിക്കുന്നത്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ അഫർമേഷനെ കുറിച്ച്. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് മുഴുവനായിട്ടും അഫർമേഷൻ അല്ല, അഫർമേഷനെക്കാട്ടിലും കുറച്ചും കൂടി പവർഫുള്ളായ, അഫർമേഷനെ കൂടുതൽ പവർഫുള്ളാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്. നമ്മൾ നല്ല ഫീലിങ്ങോടുകൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് പെട്ടെന്ന് തന്നെ ഒരു ഉയർന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് ഐ ആം ഹാപ്പി എന്നുള്ള അഫർമേഷൻ നമ്മൾ ശരിക്കും ഫീലിങ്ങോടുകൂടി ആ ഹാപ്പിനെസ് ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നല്ല ഹാപ്പിയായി മാറില്ലേ? പിന്നെ അഫർമേഷൻസ് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനായിട്ട്. ഉദാഹരണമായിട്ട് ഐ ആം റിച്ച് എന്നുള്ള അഫർമേഷൻ നമ്മളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഐ ആം ഹെൽത്തി എന്നുള്ള അഫർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ശരിക്കും ഒരു പാവമാണ്. നമ്മൾ പറയുന്നത് എന്തും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷേ 8 വയസ്സിന് താഴെയുള്ളവർക്ക് എല്ലാ കൊടുക്കുന്ന ഇൻഫർമേഷൻസും നേരിട്ട് ഉപബോധ മനസ്സിലേക്ക് എത്തുകയാണ്. പക്ഷെ നമ്മൾ 8 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മളുടെ ഉപബോധ മനസ്സിൽ എത്തുന്നതിന് മുൻപ് നമ്മളുടെ ബോധ മനസ്സ് അത് പരിശോധിച്ച് ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളുടെ ബോധ മനസ്സിന് കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിനിന് തോന്നുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉപബോധ മനസ്സിന് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഫിൽറ്ററായിട്ട് നമ്മളുടെ ബോധ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ അഫർമേഷനുകൾ ആദ്യം നമ്മളുടെ ബോധ മനസ്സ് പരിശോധിക്കും, അനലൈസ് ചെയ്യും, ഈ പറയുന്ന കാര്യം കറക്റ്റാണോ അല്ലയോ എന്ന്. ഇപ്പം നമ്മൾ പനിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസുഖമായിട്ടിരിക്കുമ്പോൾ ഐ എം ഹെൽത്തി എന്നുള്ള അഫർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സ് നോക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ബോഡി സിക്കാണ്, നമ്മൾക്ക് ജലദോഷമുണ്ട്, പനിയുണ്ട്, തലവേദനയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഐ ആം ഹെൽത്തി എന്നുള്ള ഈ അഫർമേഷൻ കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ ആ അഫർമേഷൻ ഉപബോധ മനസ്സിലേക്ക് അത് ഫിൽട്ടർ ചെയ്തിട്ട് എത്തിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കൂടുതൽ സമയം ഈ അഫർമേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് സാധാരണ അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ 90 ദിവസം മുതൽ 120 ദിവസം വരെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ എത്തുന്നത്. നമ്മളുടെ ഉപബോധ മനസ്സിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളുടെ ബോധ മനസ്സ് എന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളിനെ പറ്റിച്ച് ആ ഇൻഫർമേഷൻ നമ്മളുടെ ഉപബോധ മനസ്സിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ടെക്നിക്കിൻ്റെ പേരാണ് ആസ്ക് അഫർമേഷൻസ്, അതായത് ചോദ്യ രൂപത്തിലുള്ള അഫർമേഷൻസ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആസ്ക് അഫർമേഷൻസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സിൻ്റെ ആ റീസണിങ്ങിന്, ആ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റാണ് എന്ന ബോധ്യം നമ്മളുടെ ബോധ മനസ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആസ്ക് അഫർമേഷൻസ് നമ്മളെ സഹായിക്കുന്നത്. അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിനായിട്ട് റിലേറ്റഡ് ഒരു അഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഐ ആം റിച്ച് എന്നുള്ള അഫർമേഷൻ ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ സമ്പന്നനാണ്. അപ്പോൾ ആസ്ക് അഫർമേഷൻ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ അഫർമേഷൻ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ആം റിച്ച് എന്ന് എഴുതിയ ആ അഫർമേഷനിൽ നിന്നും നമ്മളൊരു ചോദ്യം ഉണ്ടാക്കുകയാണ്. വൈ ആം ഐ റിച്ച്? ഞാൻ എന്തുകൊണ്ട് സമ്പന്നനാകുന്നു എന്ന് ചോദ്യമുണ്ടാക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ
ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വൈ ആം ഐ റിച്ച്, നിങ്ങൾ എന്തുകൊണ്ട് സമ്പന്നനാണ് എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ഒരു 4-5 പോയിൻ്റ് അവിടെ ഉത്തരമായിട്ട് എഴുതുക. അപ്പം ഐ ആം റിച്ച്. വൈ ആം ഐ റിച്ച്? എനിക്ക് താമസിക്കാൻ നല്ല വീടുണ്ട്, എനിക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്, എനിക്ക് നല്ല ഒരു ജോലിയുണ്ട്, എൻ്റെ കൈവശം അത്യാവശ്യത്തിന് പണമുണ്ട്, പിന്നെ എനിക്ക് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ സമ്പന്നനാണ് എന്ന് ഉള്ള ആ റീസൺ, ആ അഫർമേഷന് ഒരു റീസൺ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളുടെ ബോധമനസ്സ് ആ അഫർമേഷൻ വായിക്കുന്നു, ആ ചോദ്യം വായിക്കുന്നു, പിന്നെ അതിനുള്ള റീസണും കാണുമ്പോൾ അത് വിശ്വാസയോഗ്യമാണ്. അപ്പോൾ അത് നമ്മളുടെ ഉപബോധ മനസ്സിന് ആ ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് കൊടുക്കുകയും അത് നമ്മളുടെ ഉപബോധ മനസ്സിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആസ്ക് അഫർമേഷൻസ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഐ ആം ഇൻ എ ഹാപ്പി ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ് എന്നുള്ള അഫർമേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുള്ള ചോദ്യം നിങ്ങൾ ഉണ്ടാക്കുക. വൈ ആം ഐ ഇൻ എ ഹാപ്പി ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ്? എന്തുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പിലായത്? അതിനുള്ള റീസൺ നിങ്ങൾ കൊടുക്കുക. അതായത് ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഞാൻ തികച്ചും അനുയോജ്യനാണ്, എനിക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്, എൻ്റെ നല്ല ഗുണങ്ങൾ കാരണം അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ മികച്ചതും സന്തോഷകരവുമായ ഒരു റിലേഷൻഷിപ്പിലാണ്. ഇങ്ങനെ നിങ്ങൾ ഈ അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ ബോധ മനസ്സ് തന്നെ എത്തിച്ചു കൊടുക്കുകയും ആ ഇൻഫർമേഷനുകൾ വിശ്വാസയോഗ്യമാണ് എന്ന ബോധ്യം നിങ്ങളുടെ ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും ഒരുപോലെ ലഭിക്കുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാനും സാധിക്കും. ഇനി ഐ ആം ഹെൽത്തി എന്നുള്ള അഫർമേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വൈ ആം ഐ ഹെൽത്തി, എന്തുകൊണ്ട് ഞാൻ ഹെൽത്തി ആകുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഹെൽത്തി ആകുന്നതിൻ്റെ കാരണങ്ങളും നിങ്ങൾ അതിനടിയിലായിട്ട് ഒരു 5 കാരണങ്ങൾ എഴുതുക. അതായത് ഞാൻ നല്ല ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കുന്നു, നല്ല ആരോഗ്യം തരുന്ന പ്രവർത്തികൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആരോഗ്യവാനാണ്. ഇപ്പോൾ നിങ്ങളുടെ ബോധ മനസ്സിന് നിങ്ങളുടെ അഫർമേഷൻ വിശ്വാസയോഗ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് എടുക്കുകയും നിങ്ങൾ ആഗ്രഹിച്ച ആ ആരോഗ്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ആസ്ക് അഫർമേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ ആസ്ക് അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സക്സസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.